കാരണം വ്യക്തമാണ്. ഷോ തുടങ്ങി ഒരാഴ്ച പിന്നിട്ടിരിക്കെ മിഡ് വീക്ക് എവിക്ഷനിലൂടെ 2 പേരാണ് പുറത്തു പോകുന്നത്. ഇതിന് പുറമെ വീക്കിലി നോമിനേഷനിലൂടെയും എവിക്ഷൻ ഉണ്ടാകും. അനീഷ്, ഒനിയൻ, രേണുസുതി, സരിക, റെന, ഷാരിക എന്നീ 6 പേരിൽ നിന്ന് 2 പേരാണ് മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകുന്നത്. ഒരു ടാസ്ക് വഴിയായിരിക്കും എവിക്ഷൻ നടക്കുക. ഇതിനിടയിൽ രേണു പറഞ്ഞ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. ഷോയിൽ തുടരാൻ താല്പര്യമില്ല എന്നാണ് രേണു പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യ പ്രശ്നമാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. രേണു സ്വയം തോറ്റുകൊടുത്ത് പിൻവാങ്ങുമോ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിഗ് ബോസിൽ തുടക്കം മുതലേ രേണു വലിയ താല്പര്യം കാണിച്ചില്ല. ടാസ്കുകളിൽ രേണു പലപ്പോഴും ആക്റ്റീവ് ആയിട്ടില്ല. വലിയ ഹൈപ്പോടെയാണ് രേണു ബിഗ് ബോസിലേക്ക് വന്നത്. സോഷ്യൽ മീഡിയയിൽ രേണു നിറഞ്ഞു നിന്ന സമയം. ഈ ജനശ്രദ്ധയാണ് ബിഗ് ബോസിൽ രേണുവിന് അവസരം ലഭിക്കാനും കാരണമായതെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഓൺലൈൻ മീഡിയകളിൽ രേണുവായിരുന്നു താരം. രേണുവിൻ്റെ ചെറിയ പരാമർശം പോലും ചൂടേറിയ ചർച്ചയായി മാറി. വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. പ്രശ്നങ്ങൾക്കിടയിലും ഈ ജനശ്രദ്ധ രേണു ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസിൽ അതല്ല സാഹചര്യം. രേണുവിനേക്കാൾ വലിയ കണ്ടന്റ് മേക്കേഴ്സ് ആണ് ബിഗ് ബോസിലുള്ളത്. മിനിറ്റുകൾ വെച്ച് എന്തെങ്കിലും പ്രശ്നമോ ചർച്ചയോ നിരന്തരം ഉണ്ടാകുന്ന മത്സരാർത്ഥികൾ. ഇതിനിടയിൽ രേണുവിന് പലപ്പോഴും സ്ക്രീൻ സ്പേസ് പോലും ലഭിക്കുന്നില്ല. രേണു ബിഗ് ബോസിൽ പ്രയോഗിക്കാൻ ശ്രമിച്ച ഗെയിം മറ്റൊന്നായിരുന്നു. മരിച്ചുപോയ ഭർത്താവ് കൊല്ലം സുധിയെക്കുറിച്ചും വിധവയായ താൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ച് പ്രേക്ഷകരെ വൈകാരികമായി തന്നിലേക്ക് അടുപ്പിക്കാനാണ് രേണു ശ്രമിച്ചത്. എന്നാൽ ഇതിനുള്ള സമയം പോലും ഇവിടെയില്ല. ഒന്നിനു പിറകെ ഒന്നായി ടാസ്കുകളും വഴക്കുകളും പ്രശ്നങ്ങളുമാണ്. ടാസ്കുകൾ വിജയിക്കാതെ മുന്നോട്ട് പോകാനില്ല എന്നും ഉറപ്പായി. രേണു ഉദ്ദേശിച്ചത് പോലെയല്ല ബിഗ് ബോസിനുള്ളിലെ സാഹചര്യമെന്നും ഇതുവരെയുള്ള ഒരു ടാസ്കിലും രേണു തിളങ്ങിയിട്ടുമില്ല.